ചാണ്ടിപ്പട്ടിയെ കുടിയിരുത്താൻ അനുവദിക്കാതിരുന്നപ്പോൾ സ്കൂളിലെ പഠിപ്പിസ്റ്റായ 1ാം ക്ലാസ്സുകാരുടെ ഷാല് ചാണ്ടിപ്പട്ടി കടിക്കുകയും അപ്പം ചാണ്ടിപ്പട്ടിയെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു റിയൽ ലൈഫിൽ നമുക്കത് കിട്ടില്ല. പക്ഷെ അതെന്താണ് ഒരു മാജിക്കൽ റിയലിസം പോലെ വായിക്കുമ്പോൾ വായനക്കാരന് അത് രസകരമായി തോന്നാണ്. ഞാൻ തന്നെ പല വട്ടികളിൽ കാണുമ്പോൾ ഇതിലേതെങ്കിലും ചാണ്ടിപ്പട്ടി ഉണ്ടോ എന്ന് വെച്ചിട്ട് നോക്കാൻ തുടങ്ങി ഇതിന് ശേഷം. അപ്പൊ ഞാൻ ഒരേ കല്ലെറിയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കല്ലെറിയുമ്പോൾ ഞാൻ നോക്കും ഇതിലേതെങ്കിലും ചാണ്ടിപ്പട്ടി ഉണ്ടാവുള്ളൂ, നമ്മളോട് സംസാരിക്കുന്നത് മനസ്സുകൊണ്ട് സംസാരിക്കുന്നത് ചാണ്ടിപ്പട്ടി ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ നോക്കും. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു എബ്നോമാലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തയുടെ കുറെ ഉദാഹരണത്തിൽ വരുന്നുണ്ടെങ്കിൽ ലളിതമായ ഒരു ഘടനയില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പേരിട്ട് നോക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഘടനയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ പുസ്തകത്തിൽ മരിയെ ഒന്ന് ചേർത്ത് നിർത്താനും മരിയെ ഒന്ന് ആലിംഗനം ചെയ്യാനും ഒരു വായനക്കാരന് 240 പേജ് വായിച്ചു കഴിയുമ്പോൾ തോന്നി. അത് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. മരിയയും അതേപോലെ ഗീവർഗീസും അതേപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വിപ്ലവം പറയുന്ന കർത്താവും. ഒരിക്കലും കർത്താവ് വിപ്ലവം പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി വിപ്ലവം പറയുന്ന കർത്താവും. ഇതൊക്കെ ഒരു വേറിട്ട ശൈലിയാണ്. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങൾ മാജിക്കൽ റിയലിസം ഇതുപോലെ നമ്മൾ റിയൽ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതില് അനുഭവം എങ്ങനെ നിങ്ങളെ സഹായിച്ചു എന്നാണ് എന്റെ ചോദ്യം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ മരിയെ ഇത്തരത്തിലാക്കണം. ഇപ്പൊ എബ്നോമാലിറ്റി ഇപ്പൊ എല്ലാ മനുഷ്യരും ഒരു പ്രാന്തന്മാരാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന്റെ വരട്ട് ചൊറി വന്നു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവില്ല. അപ്പോ അതുപോലെയാണ് മനുഷ്യന്മാരിപ്പോ ചെയ്യുന്ന കാര്യങ്ങള്. ഇപ്പൊ നോർമൽ എന്ന് പറയുന്ന മനുഷ്യന്മാർ ആരും ഉണ്ടോ നമുക്ക് സംശയമുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ മരിയാണ് അബ്നോർമലായിട്ടല്ല തോന്നുന്നു, മരിയാണ് നോർമലായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ സഹായിച്ചു എന്ന് അറിയാനാണ്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടുള്ള ആളുകള് നോർമൽ അല്ല എന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്രിയേറ്റീവ് ആയതുകൊണ്ട് നോർമൽ അല്ല എന്ന് വീട്ടുകാർ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റിലോട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട ഒത്തിരി കൂട്ടുകാരുണ്ട്. അത് ആണുങ്ങളായിട്ട് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ആണുങ്ങൾ ആ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടേക്കുന്നത് കൂട്ടുകാരുണ്ട്.